ഞാനിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 8 വർഷമായി. എൻ്റെ കൂടെ സക്സസ് ആയതിൽ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ കൂടെ ആദ്യം അസോസിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ അവരിതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരൊരു വല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു അത്യാവശ്യം ഗ്രാജുവേഷനൊക്കെ നേടിയ ഒരാളാണെങ്കിൽ പോലും ലൈഫിൽ അവിടെ എത്തിയില്ല. കാരണം കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ചെറിയ കുട്ടികളാണ്. ഇവരെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ. ഹസ്ബൻഡ് പ്രവാസിയാണ്, സൗദി അറേബ്യയിലായിരുന്നു. പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അവിടെ ഒരു എന്താ പറയുക, നാട്ടിൽ വരാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഈ സമയത്ത് അവർക്ക് ജോബ് എടുക്കാനോ ഫാമിലിയെ നോക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഈ ഒരു ടീം മെമ്പറിന് സൽമാൻ എന്ന് പറയും, അവർ പൊന്നാനിയാണ് സ്വദേശം. അവർക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ എല്ലാ രീതിയിലും ഫാമിലി, ഈ കുട്ടികളെ വിദ്യാഭ്യാസത്തിലായാലും ഫാമിലിയുടെ ചെലവുകളെല്ലാം വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ചെറിയ കുട്ടികളെ നോക്കലും അതിൻ്റെ കൂടെ ഫാമിലിയുടെ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കലും എല്ലാം കൂടി ആകുമ്പോൾ സ്ത്രീകൾ ടയേർഡാവും. അപ്പോൾ ഈ സമയത്ത് ഇവർക്കൊക്കെ എനിക്ക് നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനും അതോടൊപ്പം എനിക്ക് ഈ ഇൻഡസ്ട്രിയിലൂടെ നല്ലൊരു വരുമാനം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത്, അതിന് ഞാനൊരു കാരണക്കാരിയാകാനൊക്കെ സാധിച്ചു എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്.